അപ്പോൾ ഗൈസ്, വൈറ്റ് ചാപ്പലിലെ റെഡ് ബ്ലൈറ്റേഴ്സ് പറഞ്ഞ ടീമിൽ 4 മെയിനായിട്ടുള്ളവരെ നമ്മൾ തട്ടി. അപ്പോൾ ആ ലൊക്കേഷനെ കൺട്രോൾ കിട്ടണമെങ്കിൽ ഇനിയൊരു ഗ്യാങ് വാർ ഉണ്ട്. നമ്മൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഗ്യാങ് ലീഡർ നമ്മളെ വാറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ അടിച്ച് തോപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ടീം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വാർ തുടങ്ങി. അതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ തീർക്കും. അടിയാൻ മുട്ടയാണ് കുറച്ച് സീന്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ വേഗം നമുക്ക് അടിച്ചു തീർക്കാം. ഒരു 10 പേരെ തീർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ബോസ് ഫൈറ്റിലേക്കാണ് പോകുന്നത്. ദൈവനാണ് അവന്മാരെ ബോസ്. വിസിലടിച്ചൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ട്രെയിനിൻ്റെ മണ്ടയിൽ കയറി രക്ഷപ്പെടുകയെന്ന് തോന്നുന്നുണ്ടല്ലോ. നിൽക്കടാ അവിടെ. അവനെ ഓടിപ്പിടിക്കാം നമുക്ക്. അങ്ങനെ മണ്ടയിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അവിടെ ചെക്കന്മാരുണ്ട്. ചെക്കന്മാരൊക്കെ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് തീർക്കാം. ചവിട്ടി തെറിപ്പിക്കാം അല്ലേ. ചവിട്ടി താഴെക്കിട്ടുണ്ട്. അതൊക്കെ 3-4 വരയിൽ തരും. നമുക്ക് പുതിയൊരു വെപ്പൺ കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വെട്ട് കിട്ടി. അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇവനെയും കൂടെ തീർത്തോളാം. അടിച്ച് താഴെട്ടിട്ടുണ്ട്. അതാ നമ്മൾ വെടി വെക്കുന്നുണ്ട്. ഒരു വെടി കിട്ടി. അവനെ പോരല്ലോ. നമ്മുടെ ഉദ്ദേശം അത്രയ്ക്ക് ഒരു പവർ ഇല്ലല്ലോ ഗ്യാങ് ലീഡറിന്. ചെക്കനിപ്പോൾ തീരും കേട്ടോ. ഓ ഓ ഓ നല്ലൊരു ഇടി കിട്ടി. ഇവനെ നമ്മൾ ചവിട്ടി തീർപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഗ്യാങ് ലീഡറിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ലൊക്കേഷൻ നമ്മുടേതായിരിക്കും. പുതിയൊരു വെപ്പൺ ആണെന്നാ തോന്നുന്നട്ടോ കണ്ടിട്ട്. ഇത് നമ്മുടെ ട്വിന്നാണ് കേട്ടോ. ഇത് ജേക്കബിൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, കെയ്ലോക്ക് അവനാണ് ഗ്യാങ് ലീഡർ. അവനെയാണ് നമ്മളിപ്പോൾ തട്ടിയത്. ഓക്കെ, അപ്പം അവരോട് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ജോയിൻ ചെയ്താൽ അവർക്ക് കഴിയും. വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ ടീമിലേക്ക് ജോയിൻ ആയിട്ടാ. പിന്നെ നമ്മുടെ കൂടെ ഇവന്മാരും ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.